Hi, hello guys, welcome or welcome back to my YouTube channel. I'm back with another vlog. So അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ കുറച്ച് എക്സ്ട്രാ ക്ലിപ്സും. സോ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെല്ലൈക്കൻ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻ. പിന്നെന്താ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അന്നത്തെ ദിവസം ഞാൻ ഏകദേശം ഒരു 8:30-8:45 ഒരു ടൈമിലാണ് എണീറ്റത്. വെക്കേഷൻ ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ എണീക്കുന്നത്. എൻ്റെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് സ്പേസിൽ വന്ന് രാവിലെ എണീറ്റ് വന്ന് കുറച്ച് നേരം ഇരിക്കുന്ന ഇഷ്ടമാണ്. ഒന്നും ഇരിക്കാറില്ല. പക്ഷെ എനിക്ക് സ്കൂളുള്ളപ്പം വീക്കെൻഡ്സിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഇതിന് വേറൊരു പര്യായം പറയാൻ എനിക്ക് മടിയാണെന്ന് തന്നെ പറയാം. രാവിലെ എണീറ്റ് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം മൈൻഡ് ഒന്ന് കാമാവും, കുറച്ചൊക്കെ മടി പോവും. അമ്മ ഇങ്ങനെ കുറേ പറയുമ്പോൾ എണീറ്റ് പോകും, പല്ല് തേക്കും, ഫേസ് വാഷ് ചെയ്തു. പിന്നെ ഞാൻ കട്ടിൽ വിരിക്കാൻ വേണ്ടി തുടങ്ങി. രാവിലെ എന്നിട്ട് കട്ടിൽ വിരിക്കുകയാണെങ്കിൽ നമ്മുടെ മടിയൊക്കെ കുറച്ച് മാറും എന്നാണ് ആരാണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ രാവിലെ എണീറ്റ് തന്നെ കട്ടിൽ വിരിച്ച് വെക്കാം. പിന്നെ അതൊരു വേറെ വലിയ പണിയല്ലല്ലോ. നമ്മൾ രാവിലെ തന്നെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അത്രയും തീർന്നു. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ടേബിൾ എന്തോ കുപ്പത്തട്ടി പോലെ കിടക്കുകയാണ്. പിന്നെ അത് ക്ലീൻ ചെയ്യണം. ഞാൻ കുറച്ച് ചലഞ്ചസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സക്സസ്ഫുള്ളി പോകുന്നു. പിന്നെ ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വെക്കേഷനിൽ ഇപ്പോഴാണ് ടു ഡു ലിസ്റ്റ് എഴുതിയത്. മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചു. പിന്നെ ടേബിൾ മൊത്തം അലങ്കോലമായിരിക്കുകയാണ്. മൊത്തം ഒന്ന് റെഡിയാക്കി അത് കഴിഞ്ഞ് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയും ചിക്കൻ കറിയായിരുന്നു. നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ടേൺ ഓഫ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്നതിൽ ടെൻഷൻ ഉണ്ടോയെന്ന് പറയും. ഇപ്പോൾ ഇവിടെ കൂടുതലും SSLCയിൽ പഠിക്കുന്നവരാണല്ലോ. നിങ്ങൾ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം നിങ്ങൾക്ക് ടെൻഷനുണ്ടോ? ഇല്ല ഞാൻ കൂളാണ്, ഇല്ല ചെറുതായിട്ട് ടെൻഷനുണ്ട്, എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാനുള്ളൊരാഗ്രഹം കൊണ്ടാണ്. പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ മെയിൻ പരിപാടി TV കാണുന്നതാണ്. എനിക്ക് ഫോൺ കാണുന്നതിനേക്കാളും ഇഷ്ടം TV ആണ്. ഞാനൊരു TV അഡിക്റ്റ് പേഴ്സൺ ആയിരുന്നു ഒരു വർഷം മുമ്പ് വരെ. 10th കയറി കഴിഞ്ഞ് TV അങ്ങനെ റീചാർജ് ചെയ്യുന്നില്ലായിരുന്നു. കാരണം ഞാൻ ഒരുപാട് കാണുമല്ലോ. അല്ലെങ്കിലും എൻ്റെ TV ഇരിക്കുന്ന എൻ്റെ അടുത്ത റൂമാണ് എൻ്റെ റൂം. അവിടെയാണ് സ്റ്റഡി ടേബിളൊക്കെ ഇട്ടിരിക്കുന്നത്. സോ TV വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ കേൾക്കും, എൻ്റെ ശ്രദ്ധ ഡൈവേർട്ടാകും. അത് കഴിഞ്ഞ് ഞാൻ പെരക്കാവും തൂത്തിട്ടു. ഇന്ന് ഞാൻ എഴുന്നേൽക്കുന്ന സമയത്താണ് ഞാൻ പെരക്കാവും തൂത്ത് കഴിഞ്ഞ് കഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ TV കാണുന്നത് തന്നെയായിരുന്നു. പിന്നെ ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കഴിച്ചു. ചോറും മത്തങ്ങ കറിയും ബീഫും ആയിരുന്നു. പിന്നെ നയന ഇത് ബോട്ടിൽ ആർട്ട് നോക്കുമായിരുന്നു. അവൾ ചെയ്യുമ്പോൾ ഇത് മൊത്തം അലങ്കോലമാക്കിയിടും. പക്ഷെ ഇന്ന് അത്ര അലങ്കോലമായിട്ടില്ല. അമ്മ ഒത്തിരി പറയുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് നേരം ഷോർട്സൊക്കെ കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് നേരം ഫോണിൽ കളിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ രീതി. അപ്പം ഞാൻ എന്തൊക്കെയോ ഷോർട്സ് കാണുകയായിരുന്നു ഇങ്ങനെ യൂട്യൂബിൽ. നമ്മുടെ സബ്സ്ക്രിപ്ഷൻസിൽ നിന്നുള്ള ഷോർട്സ് അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഓപ്പൺ ഔട്ട് MS സൊല്യൂഷൻ അങ്ങനെ എന്ന് പറഞ്ഞ ചാനലിലൊക്കെ എന്തെങ്കിലും അപ്ഡേഷൻസൊക്കെ വന്നിട്ടുണ്ടോ, SSLC റിസൾട്ടിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽസിൽ നിന്നും വ്ളോഗ്സ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും കാണാനില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൊലുസ് പൊട്ടിപ്പോയി ഗൈസ്. കൊലുസ് പൊട്ടിപ്പോയി. കുറച്ച് നാളെ ആയുള്ളൂ വാങ്ങിച്ചിട്ട്, പിന്നെ അത് പൊട്ടിപ്പോയി. പിന്നെ എന്തായാലും ഞാൻ പിന്നെ മുന്തിരിയും കഴിച്ച് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ തുണി ഒതുക്കി വെക്കുന്നതാണ് മെയിൻ ടാസ്ക്. ഇത് ഒതുക്കി വെച്ചിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് തന്നെ പിന്നെ മടിച്ചില്ല, വേഗം നിങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. 2 അലമാരിയിൽ ഒതുക്കണമായിരുന്നു. അതായത് എൻ്റെ ഡ്രസ്സസ് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്നതാണെങ്കിലും വീട്ടിൽ ഇടുന്നതാണെങ്കിലും പിന്നെ ഞാനങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ചങ്ങ് നിന്നു. ഇല്ലെങ്കിൽ പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ മടിയായിരിക്കും എന്തെങ്കിലുമൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസാണ്. റിസൾട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല പേടിയുണ്ട്. ഓക്കെ, പിന്നെ അമ്മ നാരങ്ങാവെള്ളമൊക്കെ ഇട്ട് തന്നു. പിന്നെ കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കലായിരുന്നു പരിപാടി. എനിക്ക് ചുമ്മാ പാട്ട് കേട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും ബോറടിക്കാത്തൊരു ഹോബി. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഹെയറിൽ അപ്ലൈ ചെയ്യാമെന്ന്. സോ അതുകൊണ്ട് തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അലോവേര ആദ്യം ഇതിൻ്റെ കളർ കളയണം കേട്ടോ. ഡയറക്റ്റ്ലി എടുത്ത് ഒന്നും യൂസ് ചെയ്യരുത്. സോ അലോവേരയുടെ ആ ഒരു വൈറ്റ് കളർ പാർട്ട് മാത്രം മിക്സിയിലോട്ട് എടുത്ത് നന്നായിട്ട് അടിച്ചെടുത്തൊരു വെള്ളം ആ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാവുന്നോളം വരെ അടിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഓയിൽ അപ്ലൈ ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പം ഇത് അലോവേരയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെയാണെന്നല്ല. പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. വീട്ടിലെല്ലാവരും യൂസ് ചെയ്ത് നോക്കി, അമ്മ, അനിയത്തി, അപ്പം ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് എനിക്കറിയില്ല. സോ ഞങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഒരു കുഴപ്പമില്ല. അലോവേരയിൽ വൈറ്റമിൻ A, C ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഹെൽത്തി സെൽ ഗ്രോത്തിനും ഷൈനി ഹെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും നല്ല ഷൈനി ഹെയർ ആണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളി റിസൾട്ടാണ്. പിന്നെ അലോവേര റോ ആയിട്ടും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും ഇതൊരു ജ്യൂസി കൺസിസ്റ്റൻസിയിലാക്കി ഇതേപോലെ മുടിയിൽ അപ്ലൈ ചെയ്തു. നല്ല സിൽക്കി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഒക്കെ ഹെയർ കിട്ടും. അപ്പം എല്ലാവരും പറയുന്നത് അലോവേര നമ്മുടെ മുടീനെ നന്നായിട്ട് ഷൈനി ചെയ്യിപ്പിക്കുക, ഷൈനി ആ ഒരു ഹെയർ കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു തവണയെങ്കിലും അലോവേര ട്രൈ ചെയ്ത് കാണുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ജ്യൂസി കൺസിസ്റ്റൻസി പോലെ ആക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ പിന്നെ ഞാൻ ചായ ഇട്ട് കുടിച്ചു. പിന്നെ കുളിച്ചിട്ട് വന്നു. കണ്ടോ ഹെയറിൻ്റെ ആ ഒരു ഡിഫറൻസ് കണ്ടോ, നല്ല ആ ഒരു ഷൈനി ടൈപ്പൊക്കെ ആവും. പിന്നെ നയനയുടെ കൂടെ കളിക്കുകയാണ്. പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മെയിൻ പരിപാടി സിബ്ലിങ്സുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്നതാണല്ലോ എപ്പോഴും. അല്ലെങ്കിലും നമ്മൾ ഈ ഒരു മത്സരത്തിനിടയിൽ കുറേയൊക്കെ ഫൈറ്റ് ചെയ്ത് കാണും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ചാമ്പങ്ങയൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു. ഓക്കെ ഞാൻ എടുത്ത് വെച്ച് പിന്നെയും TV കാണാൻ തുടങ്ങി. TV കാണുന്നതാണ് ഒരു ദിവസത്തെ മെയിൻ പരിപാടി. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തത്. കാരണം ഒന്നും സ്പെഷ്യലായിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്നും എടുക്കാത്തത് നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ താല്പര്യമാണെന്നുണ്ട് ഹൗ ഐ സ്പെൻഡ് എ ഡേ ഇൻ ഹോം. സോ ഇറ്റ്സ് ലൈക്ക് ദിസ്. പക്ഷെ എനിക്ക് ബോറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ TV കാണുന്നതിൽ. ഒരു ബോറിങ്ങും ഫീൽ ചെയ്യുന്നില്ല. കാരണം കുറേ കാലം കൂടി കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ +1 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇനി എപ്പോൾ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. സോ അപ്പോൾ എനിവേ TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പള്ളിയിലൊന്ന് മെഴുതിരെത്തിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ പെട്ടെന്ന് മുടി ഒന്ന് ബനാന ക്ലിപ്പ് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത്. മുടി ഒട്ടും ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ഞാൻ ഒരു പൊട്ടും വെച്ചു. പിന്നെ എന്താണ് ഞാൻ ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് വരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ അച്ചാച്ചി അമ്മയും നായനെയൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ. അതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വരുന്നു എനിക്ക് കേക്കോ ചോക്ലേറ്റ് ബിസ്ക്കറ്റോ കേക്ക്, ഓറിയോ, പിന്നെ മഞ്ചും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 8:30 ആ ഒരു സമയമായി, 8:30-9 മണി. പിന്നെ അത് കഴിഞ്ഞ് ബിഗ് ബോസ് കാണുമായിരുന്നു. പിന്നെ ബിഗ് ബോസ് പ്ലസും കണ്ട് ഒരു 11:30 ആയപ്പോൾ കിടന്നു ഡിന്നറും കഴിച്ചു. പിന്നെ ഇത് കുറച്ച് എക്സ്ട്രാ ക്ലിപ്സ് ആണ് കേട്ടോ. എൻ്റെ വിഷു ഡേ എങ്ങനെയായിരുന്നു എന്ന്. സോ ഒരു 5:30 ആയപ്പോൾ നീറ്റോ കണി കണ്ടു, അമ്മയെ വിളിച്ച് എണീപ്പിച്ചത്. പിന്നെ രാവിലെ വിഷുവടയായിരുന്നു. പിന്നെ ഇന്ന് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം. സദ്യയും പായസവും അങ്ങനെ പിന്നെ കസിൻസും അങ്ങനെയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഒരു അടിപൊളി വിഷയമായിരുന്നു കഴിഞ്ഞ വർഷത്തെക്കാളും. പിന്നെ എനിക്ക് വിഷുവിൻ്റെ അതെനിക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് സോറി ഗൈസ്. ഞാൻ ആ ഒരു വിഷു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ച് മറന്നുപോയി. എല്ലാവരും കൂടെയൊക്കെ വന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ കുറച്ചുകൂടെ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ട് കുറേ വേറെ ഡേയ്സും കാണിക്കണം എന്നുണ്ടായിരുന്നു, സംതിങ് സ്പെഷ്യൽ ഡേയ്സ്. ബട്ട് എന്നെക്കൊണ്ട് പറ്റിയിരുന്നില്ല, കാരണം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വോയിസ് ഭയങ്കരമായിട്ട് ഇതാവുകയാണ്, ജലദോഷമാണ്. ഏകദേശം 4 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ 8 മിനിറ്റുള്ള ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ശരിയാവുന്നേ ഇല്ല. പിന്നെ ഞാൻ വോയിസ് കൂട്ടിയിട്ടുണ്ട് എഡിറ്റ് ചെയ്തപ്പം. എനിക്ക് പൊതുവേ അങ്ങനെ അല്ലാത്ത വ്ളോഗ്സ് ചെയ്ത് പരിചയമില്ല. അതുകൊണ്ട് ഈ 4 മണിക്കൂർ എടുത്തെന്ന് പറയുന്നത് ജലദോഷമായതുകൊണ്ട് മാത്രമല്ല, വീണ്ടും തെറ്റിപ്പോവുകയാണ്. പറയുമ്പം എന്താണ് ഇങ്ങനെ ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഇടയ്ക്ക് കയറി വരുവാണ് ഗൈസ്. എനിവേ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.